ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിലിരുന്ന് എല്ലാവരും ബോറടിച്ചോ? എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറി എത്രയും വേഗം നമുക്ക് പള്ളിയിൽ വരാനും കാറ്റിസം ക്ലാസ്സിലൊക്കെ വരാൻ വേണ്ടി പറ്റണമെന്ന് എല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചാല് ഈശോ വേഗം പ്രാർത്ഥന കേൾക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകുമ്പി പിടിച്ചേ. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം കേട്ടോ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചോ? നമ്മൾ ഇത്രയും ക്ലാസ് ആയിട്ട് എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? കൂദാശകളെ കുറിച്ചാണല്ലേ. എന്തായിരുന്നു കൂദാശ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. എന്ന് പറയാം നമുക്ക് ഒരുമിച്ച്. ആദ്യം ടീച്ചർ പറഞ്ഞു തരാം, അതിന്റെ ഒപ്പം നിങ്ങൾ പറയണം കേട്ടോ. അദൃശ്യനായ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യവും രക്ഷാകരവുമായ അടയാളങ്ങളാണ് കൂദാശകൾ. എല്ലാരും ഒന്ന് പറഞ്ഞേ. അദൃശ്യനായ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യവും രക്ഷാകരവുമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് എത്ര കൂദാശകളുണ്ട് ഒന്ന് പറഞ്ഞേ. നിങ്ങള് എത്ര കൂദാശകളാണ് നമുക്കുള്ളത്? 7 കൂദാശകളുണ്ടല്ലേ. ഏതൊക്കെയാ 7 കൂദാശകള്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. അങ്ങനെ 7 കൂദാശകളാണ് നമുക്കുള്ളത്. ഈ കൂദാശകള് നമുക്ക് വേണ്ടി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണല്ലേ. ഈശോയാണ് നമുക്ക് വേണ്ടിയിട്ട് കൂദാശകൾ സ്ഥാപിച്ചത്. ഇത്രയും ചാപ്റ്റേഴ്സിൽ നമ്മൾ 4 കൂദാശകളെ കുറിച്ച് പഠിച്ചു. അവ ഏതെല്ലാമാണ്? ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ കൂദാശയായ രോഗീലേപനത്തെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്നോ മിസ് ചോദിക്കട്ടെ? നിങ്ങൾ എല്ലാവരും പറയുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് കൂദാശയെ കുറിച്ചാണ് പഠിച്ചത്? കുംഭസാരം അല്ലെ, അഥവാ അനുരഞ്ജനം. കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാപം വൈദികനോട്, അതായത് നമ്മൾ ദൈവത്തോട് തന്നെ ഏറ്റുപറയാണ് ചെയ്തത്. അപ്പോഴെന്താണ് പാപം? അത് പഠിച്ചില്ലായിരുന്നോ നമ്മള്? എന്തായിരുന്നു പാപം? സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതാണ് പാപം അല്ലേ. നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്. ഒന്നുകൂടി പറഞ്ഞേ. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതാണ് പാപം എന്ന് നമ്മൾ പറഞ്ഞു. പാപം നമ്മള് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെ പാപമാണുള്ളത് ഒന്ന് പറഞ്ഞേ നിങ്ങള്. മാരക പാപവുമുണ്ട്, ഉത്ഭവ പാപവുമുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള പാപങ്ങളും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അനുരഞ്ജനം എന്ന കൂദാശയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് 5ാമത്തെ കൂദാശയായ രോഗീലേപനത്തെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ രോഗീലേപനം എന്താന്ന്? ആർക്കാണ് രോഗീലേപനം കൊടുക്കുന്നത്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. നമ്മള് രോഗികൾക്കാണ്, അഥവാ ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവർക്കാണ് നമ്മൾ രോഗീലേപനം എന്ന ശുശ്രൂഷ നൽകുന്നത്. എന്താണ് ഈ രോഗീലേപനം? നമുക്ക് അതേക്കുറിച്ച് ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം. രോഗികളെ സഹായിക്കുന്നതിനും ആത്മാവിന് ശാന്തി പകരുന്നതിനും ശരീരത്തിന് സുഖം കൊടുക്കുന്നതുമായ ഒരു കൂദാശയാണ് രോഗീലേപനം. ഒന്ന് എല്ലാവരും പറഞ്ഞ ടീച്ചറിന്റെ കൂടെ. രോഗികളെ സഹായിക്കുന്നതിനും ആത്മാവിന് ശാന്തി പകരുന്നതിനും ശരീരത്തിന് സുഖം കൊടുക്കുന്നതുമായ ഒരു കൂദാശയാണ് രോഗീലേപനം. രോഗീലേപനം എന്ന കൂദാശ നമുക്ക് 1ൽ കൂടുതൽ തവണ സ്വീകരിക്കാവുന്ന കൂദാശയാണ്. നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പഠിച്ചതിൽ വെച്ചിട്ട് ഏതൊക്കെ കൂദാശകളാണ് നമുക്ക് 1ൽ കൂടുതൽ തവണ സ്വീകരിക്കാൻ പറ്റിയ കൂദാശകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച കൂദാശകൾ എന്ന് പറഞ്ഞേ നിങ്ങള്? ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം. ഇന്ന് നമ്മൾ രോഗീലേപനവും പഠിച്ചു അല്ലെ. ഇതിൽ ഏതൊക്കെയാ നമുക്ക് 1ൽ കൂടുതൽ തവണ സ്വീകരിക്കാൻ പറ്റുന്നത്? കുർബാന, കുംഭസാരം. അതുകൂടാതെ ഇന്ന് പഠിച്ച രോഗീലേപനം കൂടി നമുക്ക് 1ൽ കൂടുതൽ തവണ സ്വീകരിക്കാൻ പറ്റിയ കൂദാശകളിൽ ഒന്നാണ്. എന്തായിരുന്നു രോഗീലേപനം? നമുക്ക് ഒന്നുകൂടി പറയാം. രോഗികളെ സഹായിക്കുന്നതിനും ആത്മാവിന് ശാന്തി പകരുന്നതിനും ശരീരത്തിന് സുഖം ലഭിക്കുന്നതുമായ ഒരു കൂദാശയാണ് രോഗീലേപനം. രോഗീലേപനം എന്ന കൂദാശ ആരാണ് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ആരാണ്? രോഗികൾക്കാണ് നമ്മൾ രോഗീലേപനം കൊടുക്കുന്നത്.
രോഗീ ലേപനം സ്വീകരിക്കുന്നത് വഴി രോഗികൾക്ക് മാനസികമായ സൗഖ്യവും ആത്മാവിന് സുഖവും ലഭിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശ കൂടിയാണ് രോഗീ ലേപനം സ്വീകരിക്കുന്നത് വഴി രോഗികൾക്ക് ഉണ്ടാവുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി ഇതാണ്: രോഗികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യും? നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് രോഗികൾക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗാവസ്ഥയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തൊക്കെ ചെയ്യും? അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കും അല്ലേ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് മരുന്നോ ആഹാരമോ എന്താന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ട കൃത്യസമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കൊറോണ രോഗം മൂലം എന്തോരം ആൾക്കാരാണ് പല ആശുപത്രികളിലും വീടുകളിലുമായിട്ട് കഴിയുന്നത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രോഗികളെ ശുശ്രൂഷിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ രോഗിയായിരിക്കുന്നവരെ നമ്മൾ സന്ദർശിക്കണം അല്ലേ? നിങ്ങൾ പോവാറുണ്ടോ രോഗിയായിരിക്കുന്നവരുടെ അടുത്ത്? അതായത് നമ്മുടെ ബന്ധുക്കളില് ആന്റിമാര്, അങ്കിൾമാര് അല്ലെങ്കിൽ അപ്പൂപ്പന്മാര്, അവരൊക്കെ ആരെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അവരെ പോയി സന്ദർശിക്കണം. നമ്മളെയൊക്കെ കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ? അവരുടെ ആ ഒരു നിരാശ ഭാവമൊക്കെ മാറി അവര് ഭയങ്കര ഹാപ്പി ആവും. പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുമക്കള് ചെല്ലുമ്പോൾ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗികളെ സന്ദർശിക്കണം. അതുപോലെ തന്നെ രോഗികളോട് നമ്മൾ കരുണ കാണിക്കണം അല്ലേ? നമ്മളിപ്പോ നിങ്ങളുടെ വീട്ടിലെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും വയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം. അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അല്ലാതെ അവരെ ഒന്നും നോക്കാതെയൊന്നും ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ചെയ്യൂലേ? നിങ്ങൾ എല്ലാവരും നല്ല മക്കളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ആണ് കേട്ടോ മിസ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഏതൊക്കെയാണ്? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികളെ ശുശ്രൂഷിക്കണം, രോഗികളോട് കരുണ കാണിക്കണം, അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കണം. നിങ്ങൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്ത് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, രോഗികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യും, ആ കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യൂലേ ആക്ടിവിറ്റി? ഓക്കെ. അപ്പൊ നമ്മള് ഈ ഭാഗത്തോടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈകൊപ്പി പിടിക്കണം കേട്ടോ. മിസ് ചൊല്ലി തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റി ചൊല്ലണം. സ്നേഹപിതാവായ ദൈവമേ, അദൃശ്യമായ അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ സഹായിക്കുന്ന കൂദാശകൾ സ്വീകരിക്കുക വഴി ഞങ്ങളെ എല്ലാവരെയും നിത്യരക്ഷയ്ക്ക് അർഹരാക്കി തീർക്കണമേ. ആമേൻ.